سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس. സമാധാനിയായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസൃതമായി ജീവിതം ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഓരോരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരത്തെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിലെ റുകൂഇനെ കുറിച്ചും ഇഅ്തിദാലിനെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം വിവരിച്ചത്. അതിൻ്റെ രൂപവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂഇൻ്റെയും ഇഅ്തിദാലിൻ്റെയും രൂപവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന പരമാവധി സുന്നത്തുകൾ, അതിലെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളുടെ ആശയവും ഒക്കെയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. അത് സംബന്ധമായി രണ്ട് സഹോദരങ്ങൾ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലൊന്ന് ഇതാണ്: ജമാഅത്തായി നമസ്കരിക്കുന്ന സമയത്ത് ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ മഅ്മൂമും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ആവർത്തിച്ച് പറയണം, അതല്ല റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ മതിയോ എന്നതായിരുന്നു ഒരു സംശയം. അതിൽ രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്ക് ഇടയിൽ ഉള്ളത്. അതിലൊന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് മഅ്മൂമും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം എന്നാണ്. ഷാഫി മദ്ഹബിലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അതാണ്. അതിന് അവർ പറയുന്ന തെളിവ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണ്. ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇമാമെന്നോ മഅ്മൂമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അത് പറയണം എന്നതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, മഅ്മൂം ജമാഅത്തായി നമസ്കരിക്കുന്ന സമയത്ത് ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ മഅ്മൂം എന്ത് പറയേണ്ടതില്ല, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല എന്നതാണ് മറ്റൊരു അഭിപ്രായം. മദാഹിബുൽ അർബഈലെ 4 മദ്ഹബുകളിലെ മറ്റു 3 മദ്ഹബുകളും ഷാഫി മദ്ഹബ് ഒഴികെയുള്ള ഹനഫി, മാലിക്കി, ഹംബലി മദ്ഹബുകളിലെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ്. മിക്ക പണ്ഡിതന്മാരുടെയും ജുംഹൂറുൽ ഉലമാഇന്റെ അഭിപ്രായവും ഇത് തന്നെയാണ്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് മഅ്മൂം പറയേണ്ടതില്ല എന്നതാണ്. അതിന് തെളിവായി പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഇദാ ഖാല അൽ ഇമാമു സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു റബ്ബന വലക്കൽ ഹംദ്. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് ആമായി പറഞ്ഞ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ അതുപോലെ നമ്മൾ അനുധാവനം ചെയ്യണം എന്നുള്ളതിനോടൊപ്പം തന്നെ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ ഖാസായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ച കാര്യങ്ങളെ അതുപോലെ തന്നെ തുടർത്തണം എന്നുള്ളത് കൊണ്ട് പ്രബല അഭിപ്രായം എന്താണ്? സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല എന്നുള്ളതാണ് പിന്നെ പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. രണ്ടാമത്തത്, റുക്കൂഇന്റെ അവസരത്തിൽ നമ്മൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പുരുഷന്മാരെ പിന്നെ റുക്കൂ ചെയ്യുന്ന സമയത്ത് കൈകൾ പാർശ്വഭാഗത്ത് നിന്ന് വിടർത്തി വെക്കണം, മാറ്റി വെക്കണം, ചേർത്ത് ശരീരത്തിലേക്ക് കൈകൾ വെക്കാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. സ്ത്രീകളുടെയും പിന്നെ രീതി അങ്ങനെ തന്നെയാണോ? സ്ത്രീകളും അങ്ങനെ തന്നെയാണോ റുക്കൂ ചെയ്യേണ്ടത് എന്നാണ് മറ്റൊരു സംശയം ഉണ്ടായിരുന്നത്. ഇതിലും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മദ്ഹബിന്റെ ഇമാമുകളിലെ 4 ഇമാമുമാരുടെയും അഭിപ്രായം സ്ത്രീകൾ പുരുഷന്മാരെ പോലെ കൈ അകത്തിയല്ല വെക്കേണ്ടത്, നേരെ മറിച്ച് അവരുടെ ഔറത്തുകൾ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ ചേർത്ത് വെക്കണം എന്ന അഭിപ്രായമാണ് പിന്നെ ആർക്കുള്ളത്? മദ്ഹബിലെ 4 ഇമാമുമാർക്കും ഉള്ളത്. എന്നാൽ രണ്ടാമത്തെ ഒരു അഭിപ്രായം ഉള്ളത്, പുരുഷന്മാർക്കിടയിലോ സ്ത്രീകൾക്കിടയിലോ നമസ്കാരത്തിൽ വ്യത്യാസമൊന്നുമില്ല. അതിന് തെളിവായി എടുത്തത് നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ തന്നെ നിങ്ങൾ നമസ്കരിക്കണം എന്ന ആ ആമായ പ്രവാചകന്റെ കൽപ്പനയാണ് രണ്ടാമത്തെ അഭിപ്രായം ഉള്ള ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആദ്യത്തെ അഭിപ്രായമുള്ള അഥവാ സ്ത്രീകളുടെ റുക്കൂവിനും സുജൂദിനും അവരുടെ കൈകൾ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കണം എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ തെളിവായി ഉദ്ധരിക്കാറുള്ള യസീദ് ഇബ്നു അബീ ഹബീബും അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ രണ്ടും ദഈഫാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ നമസ്കാരത്തിൽ റുക്കൂവിലും സുജൂദിലും അവരുടെ രൂപത്തിൽ വ്യത്യാസങ്ങൾ ഇല്ല എന്നതാണ് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. പിന്നെ ഇതല്ലാത്ത എന്തെങ്കിലും വിവരങ്ങൾ സ്വീകാര്യമായ രൂപത്തിൽ ലഭിക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് തിരുത്താവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ്. ഇപ്പോൾ ഇഅ്തിദാലിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് സുജൂദിനെ കുറിച്ചാണ്. സുജൂദ് എന്നത് നമസ്കാരത്തിലെ ഒരു റുക്നാണ്. നമ്മൾ ഈ മുസ്തലഹാത്തുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയാൽ റക്അത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന നമസ്കാരത്തിന്റെ ഭാഗമാണ് റുക്ന് എന്നുള്ളത്. അതുകൊണ്ട് സുജൂദ് റുക്നാണ്. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ വചനം ആമുഖത്തിൽ ഓതി വെച്ചത് അലം തറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം തറ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നു, മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവയെല്ലാം, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരെല്ലാം, വശംസു, സൂര്യനും, വൽ ഖമറു, ചന്ദ്രനും, വൽ നുജൂം, നക്ഷത്രങ്ങളും, വൽ ജിബാലു, പർവ്വതങ്ങളും, വശജറും, മരങ്ങളും, വദ്ദവാബ്, അതേപോലെ തന്നെ മൃഗങ്ങളും എല്ലാം രക്ഷിതാവായ റബ്ബിന് സുജൂദ് ചെയ്യുന്നു. ഒപ്പം ചേർത്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇവരെല്ലാം പൊതുവായി പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ പറഞ്ഞത് ജനങ്ങളിൽ കുറെ ആളുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണാൻ സാധിക്കും. ഒരു അടിമ അവന്റെ രക്ഷിതാവിന്റെ മുന്നിൽ ചെയ്യുന്ന ഇബാദത്തിലെ ഏറ്റവും മഹത്തായ ഒന്നാണ് സുജൂദ് എന്ന് പറയുന്നത്. കാരണം സാഷ്ടാംഗം റബ്ബിന്റെ മുന്നിൽ നമ്മൾ പ്രണമിക്കുകയാണ്. റബ്ബിന്റെ മുന്നിൽ ഏറ്റവും വിധേയത്വവും വിനയവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന നമസ്കാരത്തിലെ രൂപമാണ് സുജൂദ് എന്ന് പറയുന്നത്. ആ സുജൂദ് അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 37-ാമത്തെ വചനം, വമിൻ ആയാതിഹി ലൈലു വന്നഹാർ വശംസു വൽ ഖമർ, വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്,
അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അല്ലൈൽ രാത്രിയും വന്നഹാർ പകലും വശംസു സൂര്യനും വൽ ഖമർ ചന്ദ്രനുമെല്ലാം റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, ആയാത്തിൽ പെട്ടതാണ്. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യാൻ പാടില്ല. പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയോ? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്കും നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ധ്വനി, അല്ലെങ്കിൽ അതിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം തന്നെ അതാണ്. അതിന് ഉദാഹരണങ്ങളായി രണ്ടെണ്ണം എണ്ണി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അന്ന് പല ആളുകളും സുജൂദ് ചെയ്തിരുന്ന, അവർ ആരാധിച്ചിരുന്ന സൂര്യനെയും ചന്ദ്രനെയും വിശുദ്ധ ഖുർആൻ എടുത്തു സൂചിപ്പിച്ചു. എന്നിട്ട് അതിലൂടെ നമ്മളോട് പറഞ്ഞു വെച്ചത് റബ്ബാണ് ഖാലിഖ്, സൃഷ്ടാവായവൻ ആരോ അവന്റെ മുന്നിലല്ലാതെ ഒരു മഖ്ലൂഖിന്റെ മുന്നിലും ഒരു സൃഷ്ടിയുടെയും മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നാണ് വ്യക്തമായി വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കെയാണ് പല ആളുകളും പല ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, പല നേട്ടങ്ങൾക്ക് വേണ്ടി പലരുടെ മുന്നിൽ, അതും മരണപ്പെട്ടവരും എന്നാൽ അതോടൊപ്പം തന്നെ ഖബറിൽ കഴിയുന്നവരുമായ ആളുകളുടെ മുന്നിൽ ചെന്നുകൊണ്ട് സുജൂദിൽ വീഴുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണാൻ കഴിയും. ഇത് അല്ലാഹുവിന്റെ മുന്നിൽ മാത്രം ചെയ്യാൻ പാടുള്ള, മറ്റാരുടെയും മുന്നിൽ ചെയ്യാൻ പാടില്ല എന്ന് റബ്ബ് കർശനമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ വിലക്കിയ ആരാധനയുടെ ഭാഗമാണ്. പക്ഷേ ജനങ്ങളിൽ അധിക ആളുകളും അല്ലെങ്കിൽ പലരും റബ്ബല്ലാത്തവരുടെ മുന്നിലും സുജൂദ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ ഇബാദത്തിന്റെ വശം അത് റബ്ബിന് മാത്രം അർപ്പിക്കാനുള്ളതാണ് എന്ന്, അത്രയേറെ മഹത്വമുള്ള ആരാധനയാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇനി എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? സുജൂദിന്റെ രൂപം എങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളുമി, ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ കൽപ്പിക്കപ്പെട്ടത് അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളുമി, 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 7 അവയവങ്ങളെ എണ്ണി പറയുകയും ചെയ്തു. അലൽ ജബ്ഹതി വ അശാറ ബിയദിഹി അലാ അൻഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൽ ജബ്ഹതി, ജബ്ഹത്ത് എന്ന് പറഞ്ഞാൽ നെറ്റിത്തടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ചൂണ്ടിയതോ മൂക്കിലേക്കാണ്, അഥവാ നെറ്റിത്തടത്തെയും മൂക്കിനെയും ഒരുമിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. രണ്ടായല്ല, നേരെ മറിച്ച് മുഖത്തിലെ 2 അവയവങ്ങൾ എന്ന നിലക്ക് 2നെയും ഒന്നായാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ എണ്ണിയിട്ടുള്ളത്. ജബ്ഹത്ത് നെറ്റിയാണ്, അൻഫ് മൂക്കാണ്. അൻഫിലേക്ക് ചൂണ്ടുകയും ജബ്ഹത്ത് എന്ന് പറയുകയും ചെയ്തു. വൽയദൈനി രണ്ടാമത്തത് 2 കൈകളാണ്. വറുക്ബതൈൻ 2 കാൽമുട്ടുകളും. വഅത്റാഫുൽ ഖദമൈൻ അതോടൊപ്പം തന്നെ കാലുകളുടെ അത്റാഫുകൾ, വിരലറ്റങ്ങളുമാണ് പിന്നെ സുജൂദിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന അവയവങ്ങൾ എന്ന് പറയുന്നത്. ഈ 7 ശരീരഭാഗങ്ങളും അഥവാ 2 കാലുകളുടെയും വിരലറ്റങ്ങളും അതോടൊപ്പം തന്നെ 2 മുട്ടുകളും 2 കൈകളും നെറ്റിയും മൂക്കും ഉൾപ്പെടെ 1. ഇങ്ങനെ ഈ 7 ഭാഗങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ കൈകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ്ത ഫളഅ കഫൈക വർഫഅ മിർഫഖൈക, നീ സുജൂദ് ചെയ്യുകയാണെങ്കിൽ നീ നിന്റെ 2 കഫുകളും നിലത്ത് വെക്കണം. കഫ് എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പത്തിയാണ്. 2 കൈപ്പത്തികളും നീ നിലത്ത് വെക്കുകയും മിർഫക്കുകൾ ഉയർത്തി വെക്കുകയും വേണം. മിർഫക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൈമുട്ടുകളാണ്. കൈമുട്ടുകൾ ഉയർത്തിയ രൂപത്തിൽ വേണം സുജൂദ് ചെയ്യാൻ. കൈ എന്ത് ചെയ്യാൻ പാടില്ല? നിലത്ത് പതിച്ചു വെക്കാൻ പാടില്ല എന്നർത്ഥം. മുട്ട് ഉയർത്തുകയും കൈപ്പത്തി നിലത്ത് ഊന്നി നിൽക്കുകയും വേണം. അതോടൊപ്പം തന്നെ വിരലുകൾ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സജദ വമ്മ അസ്വാബിഅഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്ന സമയത്ത് വിരലുകളെ ചേർത്ത് പിടിച്ചിരുന്നു എന്നാണ്. ഇത് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുകയും തിരുത്തേണ്ടതാണ് എങ്കിൽ തിരുത്തുകയും ചെയ്യേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുന്ന സമയത്ത് അസ്വാബിഉകൾ വിരലുകൾ ചേർത്ത് പിടിച്ചിരുന്നു, അത് കയ്യിന്റെ പള്ളഭാഗം നിലത്ത് അമർത്തി വെക്കുകയും ചെയ്തിരുന്നു എന്നാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഫഇദാ സജദ വദഅ യദൈഹി ഗൈറ മുഫ്തരിശിൻ വലാ ഖാബിലിഹിമ. നിങ്ങൾ സുജൂദ് ചെയ്യുകയാണ് എങ്കിൽ കൈകൾ ഒരിക്കലും പരത്തി വെക്കരുത്. ചില ഹദീസുകളിൽ കെൽബ് പരത്തി വെക്കുന്നത് പോലെ, നായ കൈ പരത്തി വെക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൈ പരത്തി വെക്കരുത് എന്ന് പറഞ്ഞതായും, വേട്ടമൃഗങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വേട്ടമൃഗങ്ങൾ കൈകൾ പരത്തി വെക്കുന്നത് പോലെ നിങ്ങൾ സുജൂദിൽ കൈ പരത്തി വെക്കരുത് എന്ന് പറഞ്ഞാൽ മുട്ടുവരെയും നിലത്ത് പതിഞ്ഞിരിക്കുന്ന രൂപത്തിൽ സുജൂദിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സുജൂദ് ചെയ്യുമ്പോൾ ഏറ്റവും സുഖമായി സുജൂദ് ചെയ്യാൻ പറ്റുന്ന രൂപം എന്താണ്? കൈ മൊത്തം താങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സുജൂദ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കാലിന്റെ തുടകൾ മടക്കി വെക്കുകയും വയറ് കാലിന്മേൽ താങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിൽ സുജൂദ് ചെയ്താൽ നല്ല സുഖമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കൈകളിൽ ഊന്നി നിന്നുകൊണ്ട് വേണം സുജൂദ് ചെയ്യാൻ. വസ്തഖ്ബല ബി അത്റാഫി അസ്വാബിഹി ജിലൈഹി അൽഖിബ്ല. മാത്രമല്ല നിങ്ങളുടെ വിരലുകൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത്? കിബിലക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കേണ്ടത്. സുജൂദിൽ പറയപ്പെട്ട അവയവങ്ങളെല്ലാം കിബിലക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കേണ്ടത്. നമ്മുടെ കൈവിരലുകൾ കിബിലക്ക് അഭിമുഖമായി നിൽക്കണം. നമ്മുടെ മുട്ടുകുത്തി നമ്മൾ നിൽക്കുന്നത് അങ്ങോട്ടാണ്. നമ്മുടെ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത് കിബിലക്ക് അഭിമുഖമായിട്ടാണ്. കാലിന്റെ വിരലുകളും കിബിലക്ക് അഭിമുഖമായി വെക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ പലപ്പോഴും അതൊന്നും മുട്ടിയില്ല എന്ന രൂപത്തിലാണ് എന്ത് ചെയ്യാറുള്ളത്? കാൽമുട്ടുകൾ കാലിന്റെ വിരലറ്റങ്ങൾ നിലത്ത് വെക്കാറുള്ളത്. മുട്ടിയിട്ടുണ്ടോ? ചിലരൊക്കെ പൊങ്ങിയിട്ടാണ് നിൽക്കുക, വിരലിന്റെ അറ്റം നിലത്ത് മുട്ടിയിട്ടുണ്ടാവില്ല. ഇനി മുട്ടിയ ആളുകളുടെ അത് രണ്ടിനും മാ ബൈനഹുമ എന്ന രൂപത്തിലായിരിക്കും അത് നിൽക്കുക. എന്നാൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ വിരലുകളെ ഇങ്ങനെ മടക്കി വെക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് സുജൂദിൽ കയ്യും കാലും ഒക്കെ വെക്കേണ്ടുന്നതിന്റെ ശരിയായ രൂപം വിശദീകരിച്ചതാണ്. ഇനി ഒരാൾക്ക് ഇതിന് സാധിച്ചില്ലെങ്കിലോ അയാൾ ബലം പ്രയോഗിച്ച് വിരല് പൊട്ടിക്കേണ്ടതൊന്നുമില്ല. അയാൾക്ക് എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ ചെയ്താൽ മതിയാകും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ എത്ര സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിച്ചത് എന്ന്. കാരണം വിരൽ എങ്ങോട്ടാണ് വെച്ചത്, കാലെങ്ങനെയായിരുന്നു, വിരലുകൾ അടുപ്പിച്ചാണോ അകത്തിയാണോ? നമ്മൾ റുക്കൂവിന്റെ കാര്യം പറഞ്ഞപ്പോ വിരലുകൾ അകത്തി വെക്കണം എന്നാ പറഞ്ഞു. അത് മുട്ടിൽ ഊന്നി നിൽക്കുകയും അതിനെ പിടിച്ചു നിൽക്കുന്ന രൂപത്തിലും ആകണം എന്നാ പറഞ്ഞു. എന്നാൽ സുജൂദിലേക്ക് വരുമ്പോഴോ ആ വിരലുകൾ അടുപ്പിച്ചു വെക്കണമെന്നും അത് കാബിലായ രൂപത്തിൽ ഇങ്ങനെ പിടിക്കുന്ന രൂപത്തിലാകരുത് എന്നും പരത്തി വെക്കണം എന്നും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കൈ എവിടെയാണ് വെക്കേണ്ടത്? നിലത്ത്. ചുമലിന്റെ നേരെയോ ചെവിയുടെ നേരെയോ ആയിരിക്കണം നമ്മുടെ കൈ ഉണ്ടാകേണ്ടത്. അതിന്റെ പിന്നിലേക്കോ തലക്ക് മുകളിലേക്കോ എന്ത് പോകാൻ പാടില്ല, നമ്മുടെ കൈ വെക്കുന്നത് പോകാൻ പാടില്ല. രണ്ടാമത്തത് നമ്മുടെ നെറ്റിയും മൂക്കുമാണ്. നെറ്റിയും മൂക്കും നിലത്ത് പതിച്ച് വെക്കേണ്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, ലാ സ്വലാത്ത ലിമൻ ലം യുസിബ് അൻഫുഹു മിനൽ അർളി മാ തുസീബു ജബ്ഹതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കലും നമസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ സുജൂദ് ശരിയായിട്ടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്ങനെയുള്ളവന്? ലിമൻ ലം യുസിബ് അൻഫുഹു മിനൽ അർളി മാ തുസീബു ജബ്ഹതുഹു, നെറ്റി ഭൂമിയിൽ പതിക്കുകയും മൂക്ക് ഭൂമിയിൽ പതിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവന്റെ നമസ്കാരം ശരിയായിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും നെറ്റി മുട്ടിയിട്ടുണ്ടാവും, പക്ഷെ മൂക്ക് നിലത്ത് മുട്ടാത്ത അവസ്ഥയിലായിരിക്കും സുജൂദ് ചെയ്തിട്ടുണ്ടാവുക. നെറ്റിയും മുട്ടണം, അതുപോലെ തന്നെ മൂക്കും നിലത്ത് സ്പർശിച്ചിരിക്കണം. ഇനി കാൽമുട്ടുകളാണ്.
കാൽമുട്ടുകൾ നമ്മൾ കാലിൽ ഊന്നിയിട്ട് തന്നെയാണ് നിൽക്കുക. ആ സമയത്ത് തുടകൾ രണ്ടും അടുപ്പിച്ച് വെക്കണോ അകത്തി വെക്കണോ? പലപ്പോഴും കണ്ടുവരാറുള്ളത് സമീഅ അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോകുമ്പോഴേക്ക് അതുവരെയും കാലകത്തിൽ നിന്ന ആളുകളൊക്കെ ഒന്ന് അടുപ്പിച്ചിട്ട് സുജൂദിലേക്ക് പോകുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. കാലിന്റെ തുടകൾ അകത്തിയാണ് വെക്കേണ്ടത്, അല്ലാതെ അത് ചേർത്ത് വെക്കാൻ പാടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വയറ് എന്തിൽ താങ്ങാൻ പാടില്ല? നമ്മുടെ കാലുകളിൽ താങ്ങുന്ന രൂപത്തിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അവസാനത്തത് കാൽവിരലുകളാണ്. കാൽവിരലുകൾ നാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂമിയിൽ പിന്നെ കുത്തി നിർത്തുകയും കിബിലക്ക് അഭിമുഖമായി അതിന്റെ തൊർഫുകൾ, അതിന്റെ അറ്റങ്ങൾ വരുന്ന രൂപത്തിലായിരിക്കണം കാലുകൾ വെക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് സുജൂദ് ചെയ്യേണ്ടതിന്റെ രൂപമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന്, സ്വഹാബിമാർ വിശദീകരിച്ച വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ രൂപത്തിൽ അത് മനസ്സിലാക്കുകയും നമ്മൾ ചെയ്തു വരുന്ന രൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി പരമാവധി കൃത്യമായി അത് നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് ആ വിഷയത്തിൽ വന്നു പോകാൻ സാധ്യതയുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഏതിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ടുകളാണോ കൈയാണോ വെക്കേണ്ടത് എന്ന്? ഏതാ വെക്കേണ്ടത്? ഏതിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് കാൽമുട്ടുകളാണോ അതോ കൈയാണോ ആദ്യം നിലത്ത് കുത്തേണ്ടത്? ഇതിലും സംശയമുള്ള ആളുകളുണ്ടാവും. ഇതിലും പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം കൈകൾ ആദ്യം നിലത്ത് വെക്കണം എന്നുള്ളതാണ്. അതിന് തെളിവായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ അഹദു മിൻകും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ. നിങ്ങളിൽ ആരെങ്കിലും സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മുട്ടുകുത്താൻ പാടില്ല. എന്നിട്ട് ഇതുകൂടി പറഞ്ഞു, അവൻ അവന്റെ രണ്ട് കൈകൾ കാൽമുട്ടുകൾക്ക് മുൻപ് എവിടെ വെക്കണം? നിലത്ത് വെക്കണം. ഈ ഹദീസാണ് ഇതിന്റെ തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. അവർ മറ്റൊരു അഭിപ്രായം കൂടി പറഞ്ഞു, ഒട്ടകത്തിന്റെ റുക്കുബത്ത്, ഒട്ടകത്തിന്റെ കാൽമുട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ 4 കാലാണല്ലോ, അതിന്റെ മുൻപിലത്തെ കാലുകളെയാണ്, അതിന്റെ മുട്ടുകളെയാണ് കാൽമുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒട്ടകം യഥാർത്ഥത്തിൽ മുന്നിലത്തെ കാലുകളാണ് എന്ത് ചെയ്യുക? ഇരിക്കുന്ന സമയത്ത് ആദ്യം കുത്തുക, അങ്ങനെയല്ലേ? ആ മുന്നിലത്തെ കാലുകളാണ് ആദ്യം കുത്തുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കുത്താൻ പാടില്ല. അതിന് പകരം കൈകളാണ് ആദ്യം കുത്തേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം കാൽമുട്ടാണ് നിലത്ത് ആദ്യമായി വെക്കേണ്ടത് എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നിവരുടെ അഭിപ്രായം ഇതാണ്. കാൽമുട്ടാണ് ആദ്യം വെക്കേണ്ടത് എന്നതാണ് 3 മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതിന് അവർ തെളിവ് പറയുന്നത് വാഇൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു ഖാൽ, വാഇൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഇദാ സജദ വദഅ റുക്ബതൈഹി ഖബ്ല യദൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുന്ന സമയത്ത് കൈകൾക്ക് മുൻപായി കാൽമുട്ടുകൾ ആണ് വെച്ചിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാഇൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. വഇദാ നഹവ റഫഅ യദൈഹി ഖബ്ല റുക്ബതൈഹി. നബി സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ മുട്ടുകാലിന് മുൻപായി കൈകളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തിരുന്നത്, ഉയർത്തിയിരുന്നത് എന്നും ആ ഹദീസിന്റെ തുടർച്ചയിലുണ്ട്. ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ടാണ് പിന്നെ കാൽമുട്ടുകളാണ് ആദ്യം വെക്കേണ്ടത് എന്ന അഭിപ്രായം പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഭൂരിപക്ഷ അഭിപ്രായവും ജംഹൂറിന്റെ അഭിപ്രായവും ഇത് തന്നെയാണ്. ഇമാം തുർമുദി നമസ്കാരത്തെ വിശദീകരിച്ച സമയത്ത്
നമ്മുടെ ശരീരത്തിന്റെ ഘടനയുടെ ഭാഗം തന്നെയാണ് ആദ്യം കാൽമുട്ടുകൾ വെച്ചുകൊണ്ട് സുജൂദിലേക്ക് പോവുക എന്ന് വിശദീകരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അതിൽ നമുക്ക് സ്വീകാര്യമായ ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ കാൽമുട്ടുകൾ ആദ്യം സുജൂദിലേക്ക് പോകുമ്പോൾ, ഏത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ കാൽമുട്ടുകൾ ആദ്യം വെക്കുകയും തുടർന്ന് കൈകൾ വെച്ചുകൊണ്ട് സുജൂദിലേക്ക് പോവുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കുകയും ആ രൂപത്തിൽ നമസ്കാരത്തെ സമീപിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം, പല കാര്യങ്ങളും സൂചിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് എന്നാണ്. എന്തിനാണ് അത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും പറയണം. ഈ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിൽ തെളിവുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, അഭിപ്രായ വ്യത്യാസമുള്ളതിൽ ഒന്ന് ഹറാമും മറ്റേത് ഹലാലും അല്ലട്ടോ. കൈകുത്തി സുജൂദിലേക്ക് പോകുന്നത് ഹറാമും കാൽമുട്ട് കുത്തി സുജൂദ് ചെയ്യുന്നത് അതിന്റെ വാജിബായ അല്ലെങ്കിൽ ഹലാലായ രൂപവും എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് അതിൽ ഏറ്റവും അഫ്ളലായത് ഏതാണ്? രണ്ട് രൂപത്തിലും സുജൂദ് ചെയ്താലും അവന്റെ സുജൂദ് എന്താകും? ശരിയാവും. പക്ഷെ അതിൽ ഏറ്റവും അഫ്ളൽ ഏതാണ്, സുന്നത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഏതാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ വിശാലമായ രൂപത്തിൽ പഠിക്കുകയും പണ്ഡിതന്മാർ അതിന് ആ രൂപത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ രൂപത്തിൽ തന്നെ അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അത് നമ്മുടെ നമസ്കാരത്തിന്റെ ഭാഗമാക്കുവാനും അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന വേളയിലാണ് നാം ഉള്ളത്. നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ ചില ദിനങ്ങൾ ആചരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും വേണ്ടിയുള്ള ആരംഭങ്ങൾ ഇതിനോടകം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലെ കൃത്യമായ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ വിഷയം പല തവണ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതാണ്. ചില കാര്യങ്ങൾ കൂടി മാത്രം അതിലേക്ക് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്തമാനം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസറാണ്, ഹദീസ് അല്ല, ഒരു അസറാണ്. അദ്ദേഹം പറഞ്ഞത്, കൈഫ അൻതും ഇദാ ലബിസതകും ഫിത്നത്തുൻ യഹ്റുമു ഫീഹൽ കബീർ വയർബു ഫീഹൽ സഗീർ. കൈഫ അൻതും, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ഒരു സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ ഒരു സാഹചര്യമാണ് നിങ്ങളിൽ നിലനിൽക്കുന്നത് എങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നാണ്. സാഹചര്യം അദ്ദേഹം പറയുന്നത്, ഇദാ ലബിസതുകും ഫിത്നത്തുൻ, നിങ്ങളിൽ ഒരു ഫിത്ന, ഒരു ബിദ്അത്ത് ഉണ്ടായിരിക്കുകയും യഹ്റുമു ഫീഹൽ കബീർ, വയോധികരായ ആളുകൾ ആ ബിദ്അത്തിന്റെ ആളുകളായിക്കൊണ്ട് അങ്ങനെ വയോധികരായി പോവുകയും വയർബു ഫീഹ അസ്സഗീർ, ചെറിയ കുട്ടികൾ അതേ ബിദ്അത്ത് തന്നെ കണ്ട് വളർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ നാട്ടിൽ ഉണ്ട് എങ്കിൽ എങ്ങനെ ഉണ്ടാവും? വയത്തഖിദുഹന്നാസു സുന്ന, മാത്രമല്ല ആ ബിദ്അത്തിന് ഇപ്പോ പേര് സുന്നത്ത് എന്നാണ്. ജനങ്ങൾ അതിനെ സുന്നത്തായി സ്വീകരിക്കുകയും ചെയ്ത ഒരു അവസ്ഥ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ചോദിച്ചതല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്. എന്നിട്ട് ഇതുകൂടി അദ്ദേഹം പറഞ്ഞു, ഇദാ തുരിക മിൻഹാ ശൈഉൻ ഖീല തുരിക്തി അസ്സുന്ന തുരികത്തി സുന്ന. ഇനി ഏതെങ്കിലും ഒരാൾ ആ ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കിയത് ഒഴിവാക്കിയാലോ ജനങ്ങൾ പറയും, തുരികത്തി സുന്ന, നീ ഒഴിവാക്കിയത് ഒരു സുന്നത്താണ് കേട്ടോ, നീ ഒഴിവാക്കിയത് ഒരു സുന്നത്താണ്.
അള്ളാന്റെ റസൂലിനോട് മഹബത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് അതാണ് നീ ഒഴിവാക്കിയത്. പക്ഷെ വേഷം മാറിപ്പോയി, രൂപം മാറിപ്പോയി. ഇസ്ലാം പഠിപ്പിച്ചിടത്തു നിന്ന് അതിന്റെ രൂപവും കോലവും എല്ലാം മാറിപ്പോയി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അദ്ദേഹം തുടർന്ന് പറയുന്നത് ഖാലു വമതാദാക, ഇത് കേട്ടിരുന്ന ആളുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വമതാദാക, ഇതെപ്പോഴാണ് സംഭവിക്കുക? കാരണം അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇത് സംഭവിക്കില്ല, പിന്നെ ഇതെപ്പോഴാണ് സംഭവിക്കുക? ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ദഹബത ഉലമാഉകും വകസറത ഖുറാഉകും, നിങ്ങളിലെ പണ്ഡിതന്മാർ ഇല്ലാതായി പോവുകയും പാരായണക്കാർ അധികരിച്ചു വരികയും ചെയ്യുന്ന സമയം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഖുർആൻ അർത്ഥം അറിയാതെ പാരായണം ചെയ്യുന്ന ആളുകളെയാണ് ഖുർആൻ എന്ന് പറയേണ്ടത്. നമുക്ക് സന്ദർഭത്തിന് മൗലിദ് പാരായണക്കാർ എന്ന് വേണമെങ്കിൽ സന്ദർഭോചിതമായി മനസ്സിലാക്കാം. നിങ്ങളിൽ ഖുർആൻ പഠിച്ച് അതിന്റെ ആശയം അനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കേണ്ട ആളുകൾ കുറയുകയും എന്നാൽ പാരായണക്കാരായ ആളുകൾ കൂടുകയും നിങ്ങളിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ ഇതൊക്കെ നാട്ടില് നടക്കും. നിങ്ങളിൽ വിശ്വസ്തന്മാർ കുറയുകയും നേതാക്കന്മാർ കൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ സുന്നത്തിന്റെ പകരം ബിദ്അത്ത് വളർന്നു വരും. ആ ബിദ്അത്ത് സുന്നത്തിന്റെ സ്ഥാനത്തിലേക്ക് എത്തും. അത് ഒഴിവാക്കുന്നവനെ നീ സുന്നത്ത് ചെയ്യാത്തവനാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. മാത്രമല്ല പരലോകത്തേക്ക് ചെയ്യുന്ന കർമ്മം കൊണ്ട് ദുനിയാവ് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഇതിൽ കൂടുതൽ പറയേണ്ടത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞു വെച്ചതാണ്. പരലോകത്തേക്ക് ചെയ്യേണ്ടുന്ന കർമ്മം കൊണ്ട് ദുനിയാവില് പള്ള അത്ര പറഞ്ഞിട്ടില്ലെന്നുള്ളൂ തുറന്ന്. അത് പറഞ്ഞ പണ്ഡിതന്മാർ വേറെയുണ്ട്. പരലോകത്തെ കർമ്മം കൊണ്ട് ദുനിയാവ് ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി പരലോകത്തെ മാറ്റിവെക്കുന്ന ആളുകൾ നിങ്ങളിൽ ഉണ്ടായാൽ ഇത് സംഭവിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി അല്ലാതെ ആരെങ്കിലും പാണ്ഡിത്യം നേടിയെടുക്കുന്നുണ്ട് എങ്കിൽ അപ്പോഴും ഇത് സംഭവിക്കും. സ്വന്തം ആഗ്രഹത്തിന്, സ്വന്തം വളർച്ചയ്ക്ക്, തങ്ങളുടെ ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്പോഴും എന്ത് സംഭവിക്കും? സുന്നത്ത് ഓരോന്നോരോന്നായി മരിച്ചു പോകും. ആ സ്ഥാനത്ത് ബിദ്അത്തുകൾ വളർന്നു വരും. ബിദ്അത്തുകളെ സുന്നത്തുകളായി ജനം തെറ്റിദ്ധരിക്കും. അത് ചെയ്യാത്തവരെ സുന്നത്ത് ഒഴിവാക്കുന്നവൻ ആണ് എന്ന് ജനം വിളിക്കുകയും ചെയ്യും. ഏകദേശം ആ മേഖലയിൽ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളെല്ലാം ബോധ്യമായിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന ആഘോഷങ്ങളൊന്നും 63 കൊല്ലക്കാലം ഈ ദുനിയാവിൽ ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പോലും ആചരിക്കാത്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടായിരുന്ന പ്രവാചകനോടൊപ്പം ഹിജ്റയിൽ ആ സൗറിൽ പ്രവാചകന്റെ കാവലായി നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63 വർഷമാണ് ദുനിയാവിൽ ജീവിച്ചത്. അതിൽ ഒരു ദിവസം പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചതിന് ഒരു തെളിവില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുന്ന സമയത്ത് പ്രവാചകൻ വഫാത്തായി എന്ന് പറയുന്നവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് വാളൂരി പിടിച്ചു വന്ന ഉമർ റളിയല്ലാഹു അൻഹു 63 വർഷക്കാലം ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. അതിലേറിയ കാലവും ഇസ്ലാമിന്റെ ഖലീഫയായി സൽഭരണം നിലനിർത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജന്മദിന ആഘോഷം നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകന്റെ കട്ടിലിൽ ശത്രുക്കൾക്ക് മുൻപിൽ ആര് പ്രവാചകന് പകരം കിടക്കും എന്നതിന് അലി റളിയല്ലാഹു അൻഹുവാണ് പ്രവാചകന്റെ കട്ടിലിൽ കിടന്നത്. ആ ധൈര്യശാലിയായ അലി റളിയല്ലാഹു അൻഹുവും 63 വർഷം ദുനിയാവിൽ ഉണ്ടായിട്ടൊരു ദിവസം പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്തിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 82 വർഷമാണ് ദുനിയാവിൽ ജീവിച്ചത്. എന്നിട്ടും അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഒന്നുമില്ലെങ്കിലും അമ്മൂസക്കാക്കല്ലേ, അമ്മായിയപ്പനല്ലേ, ആ വകുപ്പിലെങ്കിലും ഒരു ജന്മദിന ആഘോഷം
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലൊന്നും നടന്നിട്ടില്ല. ഉഹ്ദില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും നിന്ന സ്വഹാബിമാർ സ്വന്തം ശരീരം പ്രവാചകന് മുന്നിൽ പ്രവാചക സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ജീവൻ കൊടുത്തും പ്രവാചകനെ സംരക്ഷിക്കും എന്ന് സ്വന്തം രക്തം കൊടുത്ത് തെളിയിച്ച സ്വഹാബിമാർ വീണ്ടും ഒരുപാട് കാലം പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ആ പരിശുദ്ധമാക്കപ്പെട്ട നാടുകളിൽ ജീവിച്ചിട്ട് അവരാരും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചതായി ഒരു തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് ഒരു പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന് എന്ത് പറ്റി? അവളോട് സ്വഹാബിമാര് പറഞ്ഞത്, പെണ്ണെ, നിന്റെ ഭർത്താവും മക്കളും കുടുംബക്കാരും അടക്കം പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂലിന് എന്താ പറ്റിയത് എന്ന് ചോദിച്ച ആ വനിത ഏതെങ്കിലും ഒരു ജന്മദിനത്തിന് ഒരു പായസം ഉണ്ടാക്കി കൊടുത്തതായി ഇസ്ലാമിൽ എവിടെയും കാണാൻ കഴിയില്ല. ഇനി ഹിജറ 256 മരണപ്പെട്ട ഇമാം ബുഖാരി, സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന പ്രവാചകന്റെ സുന്നത്തുകളെ രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥത്തിന്റെ രചയിതാവ് 62 കൊല്ലമാണ് ദുനിയാവിൽ ജീവിച്ചത്. ആ കാലഘട്ടത്തിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കപ്പെട്ടില്ല. ഹിജറ 261 ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിന്റെ രചയിതാവായ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളിൽ ഒന്ന്, ഇമാം മുസ്ലിമും ബുഖാരിയും ഉദ്ധരിച്ച ഹദീസുകളെയാണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ എന്ന് പറയാം. അതിൽ ഒരാൾ ഇമാം മുസ്ലിം, അദ്ദേഹം 261 മരിക്കുന്നത് വരെ 57 കൊല്ലക്കാലം ദുനിയാവിൽ ജീവിച്ചിട്ട് ഒരു ജന്മദിനം ആഘോഷിച്ചില്ല. ഹിജറ 179 ആണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 86ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കണം. ആ കാലഘട്ടത്തിലും ഒരാളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചതിന് തെളിവില്ല. ഹിജറ 205 ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 205 ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് 55 വയസ്സ്. ആ ഇമാം ഷാഫിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതിന് തെളിവില്ല. ഹിജറ 300 ശേഷം ആചരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള മുൻഗാമികളായ സച്ചരിതരായ ആരുടെയും ജീവിതത്തിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് ഒരു തെളിവ് നമുക്ക് എടുക്കാൻ കഴിയില്ല. എങ്കിൽ ഇതുകൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വർത്തമാനമുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം ബിദ്അതൻ യറാഹാ ഹസനതൻ. നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഇസ്ലാമിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇതും കൂടി പറയുമ്പോൾ പൂർണ്ണമായി. നല്ലതല്ലേ, അങ്ങനെ കൊടുത്താൽ എന്താ, അത് പാടിയാൽ എന്താ, പ്രവാചകന്റെ മദദ് പാടിയാൽ എന്താ എന്നൊക്കെ പറഞ്ഞ് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇസ്ലാമിൽ പുതിയതായ ഒരു ആചാരം കൊണ്ടുവന്നാൽ അവന്റെ വാദം എന്താണെന്ന് അറിയോ? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറയുന്നത്. കാരണം ഇത്രയും പോരിശയാക്കപ്പെട്ട ഒരു ദിനം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തരാതെ പോയല്ലോ. അള്ളാഹു അത് പറഞ്ഞു കൊടുത്തിട്ട് നബി നമ്മളോട് പറയാതെ വഞ്ചന കാണിച്ചല്ലോ എന്ന് വാദിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും നല്ലതല്ലേ എന്ന രൂപത്തിലുള്ള ചില ചിന്തകളും ഒക്കെ അല്ല എന്ന് തന്നെ പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാവണം. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആഘോഷവും ആചാരവും ഒക്കെയാണ് നടത്തപ്പെടുന്നത് എന്ന ബോധ്യത്തോടു കൂടി തന്നെ അതിനെ സമീപിക്കാൻ നമുക്ക് കഴിയണം. നാഥൻ സത്യം സത്യമായി മനസ്സിലാക്കി സത്യത്തിന്റെ വക്താക്കളാകുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് ഏവർക്കും വിട്ടുപുറത്തു മാപ്പാക്കിത്തരുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ക്യാൻസറിനെ തുടർന്ന് ഇന്ന് ശസ്ത്രക്രിയക്ക് വിധേയമാകുന്ന ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തുടരെയായ അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരു കുടുംബത്തിൽ തന്നെ 3 മരണങ്ങൾ സംഭവിച്ച ഒരു സഹോദരനും
അവരുടെ മഹഫിറത്തിനു വേണ്ടി, പരലോകമോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ പലവിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർ അവരുടെ ക്ഷമക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വേദനകൾക്ക് പരിഹാരമായി അവരുടെ പാപങ്ങളെ അള്ളാഹു അവർക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله.